ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. പല ഭക്തന്മാർ പോലും ദൈവത്തോട് ചോദിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ട് ദൈവമേ എനിക്കിതെല്ലാം വന്നു ഭവിച്ചെന്ന്. യഹോവ ഭക്തനായ ദാവീദും ഒരിക്കൽ ചോദിച്ചു, കഷ്ടകാലത്ത് നീ ദൂരത്ത് മറഞ്ഞു നിൽക്കുന്നതെന്ത്? ഞാൻ കുഴിയിൽ ഇറങ്ങിയവനെ പോലെ ആയിരിക്കുന്നതെന്ത്? എന്നാൽ നാം ഒന്ന് വിശ്വസിക്കണം, ദൈവത്തിൻ്റെ നിശബ്ദത നിഷ്ക്രിയത്വം അല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ദൈവം. തനിക്ക് ഒരു തലമുറയെ ദൈവം തന്നില്ല എന്നോർത്ത് സക്കറിയ പുരോഹിതൻ ആലയത്തിലെ ആരാധന നിർത്തിയില്ല. വേദനകളുടെ ഇടയിലും ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ യഹോവയുടെ ദൂതൻ ദൈവാലയത്തിലിറങ്ങി ദൈവദൂത് അറിയിച്ചു. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 13-ാമത് വചനം. ഇന്ന് ജനിക്കാത്ത തലമുറയെക്കുറിച്ചും ജനിച്ച മക്കളെക്കുറിച്ചും ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. എന്നാൽ അസാധ്യമായവയെ ദൈവം പരിപൂർണമായി ചെയ്തു തരും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നാം ആഗ്രഹിച്ച വിഷയങ്ങൾ നൽകിയില്ലെങ്കിലും, ദൈവം തക്ക സമയം ഉത്തരം നൽകിയില്ലെങ്കിലും, ദൈവത്തിൻ്റെ മൗനം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വലിയ പദ്ധതിയാണെന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആർക്ക് കഴിയും? അതാണ് ശരിയായ പ്രാർത്ഥനയും ആരാധനയും. ഹബക്കൂക്ക് പ്രവാചകൻ ചെയ്തതും അതുതന്നെ. അങ്ങനെ നാം കഷ്ടതകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവം ദീർഘകാലത്തെ മൗനം ഭേദിച്ച് ഉത്തരം നൽകും. നമ്മുടെ നൊമ്പരങ്ങൾ തീർച്ചയായും ദൈവത്തെ നോവിക്കും. ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു. ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവേർപ്പിട്ട് കിതയ്ക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 14-ാമത് വചനം. യഹോവ നമ്മുടെ നൊമ്പരങ്ങളിൽ നമ്മോടൊപ്പം വേദനിക്കുന്നു. വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും പത്രോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. കഷ്ടപ്പാടുകളുടെ മധ്യേ യേശുവിനെ പാടി സ്തുതിച്ചപ്പോൾ യഹോവ ഇറങ്ങി വന്നു, വീര്യം പ്രവർത്തിച്ചു. കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെട്ടു. ഭൗമ ശരീരം അഴിഞ്ഞു പോയാലും സ്വർഗത്തിലൊരു നിത്യഭവനം ഉണ്ടെന്നറിഞ്ഞ് പൗലോസും കഷ്ടപ്പാടുകളെ ഛേദമെന്നെണ്ണി ദൈവത്തെ പാടി സ്തുതിച്ചു. അതികഠിനമായ യാത്രകളിലൂടെ കടന്നു പോയപ്പോൾ ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ പിറുപിറുക്കരുതേ. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കരുതേ. മിണ്ടാതിരുന്ന് യഹോവ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ചതഞ്ഞ ഓട് അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്ത് കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 3-ാമത് വചനം. അതിനാൽ അവൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവീൻ, മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. ഹന്നയെപ്പോലെ ഹൃദയം നുറുങ്ങി വിലപിപ്പീൻ, ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-7 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.